everyone. SSLC മാത്സ് നാം ഇപ്പോൾ ട്രിഗണോമെട്രി അതായത് ത്രികോണമിതി ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായ ഏംഗിൾസും സൈഡ്സും തമ്മിലുള്ള റിലേഷൻ, രണ്ടു തരം മട്ടത്രികോണങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ഏതായിരുന്നു അത്? ഒരു മട്ടത്രികോണത്തിൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഏംഗിൾസ് 45, 45, 90, അതായത് ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സമപാർശ്വ മട്ടത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞിരുന്നത്. 45-നെതിരെ 1 യൂണിറ്റ് ആണെങ്കിൽ അടുത്ത 45-നെതിരെയും 1 യൂണിറ്റ് ആയിരിക്കുമെന്നും 90-ക്ക് എതിരെ ഉള്ള വശം ഓപ്പോസിറ്റ് സൈഡ് √2 യൂണിറ്റ് ആയിരിക്കും എന്നാണ് പഠിച്ചത് അല്ലേ. ഇവിടെ നോക്കൂ, 45-നെതിരെ 1 ആണെങ്കിൽ അടുത്ത 45 ഡിഗ്രിക്ക് എതിരെയുള്ള വശവും 1 യൂണിറ്റ് ആയിരിക്കുമെന്നും 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം √2 യൂണിറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. 1:1:√2 എന്നാണ്. ക്ലിയർ? ഇനി നമ്മൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ട്രയാംഗിൾ ആണെങ്കിൽ ഇതിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 30-ക്ക് ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ? 30-ക്ക് ഓപ്പോസിറ്റ് ഈ സൈഡാണ് ഏറ്റവും ചെറിയ വശം. ആ ചെറിയ വശത്തിന്റെ 1 യൂണിറ്റ് ആണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുതായ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിന്റെ നീളം √3 യൂണിറ്റ് ആയിരിക്കുമെന്നോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്, ഏറ്റവും നീളം കൂടിയ വശം യൂണിറ്റ് ആയിരിക്കും എന്നുമാണ് പറഞ്ഞത് അല്ലേ. നോക്കൂ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നമ്മൾ 1 യൂണിറ്റ് എടുത്താൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3 ആണെന്നും 90ക്ക് ഓപ്പോസിറ്റ് 2 യൂണിറ്റും ആണ്. ഇത്തരം ട്രയാംഗിളിന്റെ സൈസ്, വലിപ്പം എത്ര വർദ്ധിച്ചാലും അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം തന്നെയായിരിക്കും. അതായത് 45-നെതിരെ നമ്മൾ 5 യൂണിറ്റ് ആണെങ്കിൽ അടുത്ത 45-നെതിരെയും 5 ടൈംസ് ആയിട്ടുണ്ടാവും, അതായത് 5 യൂണിറ്റ് ആയിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇതിന്റെ 5 ടൈംസ് √2-ന്റെ 5 ടൈംസ് 5√2 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് 45, 45, 90 ഡിഗ്രി മെഷേഴ്സ് ഉള്ള ഏതൊരു റൈറ്റ് ട്രയാംഗിളിന്റെയും സൈഡുകളുടെ നീളം കണ്ടെത്താം എന്നാണ് ആദ്യത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റിൽ നാം പറഞ്ഞത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ് അതിന്റെ റൈറ്റ് ട്രയാംഗിളിന്റെ ആംഗിൾ മെഷേഴ്സ് എങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ഇതിന്റെ ഷോർട്ടസ്റ്റ് സൈഡിന്റെ √3 ടൈംസ്, അതായത് 1-ന്റെ √3 ടൈംസ് എന്ന് പറഞ്ഞാൽ √3 ആയിരിക്കുമെന്നും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഏറ്റവും വലിയ ഷോർട്ടസ്റ്റ് സൈഡിന്റെ 2 ടൈംസ് ആയിരിക്കും, അതായത് 2 മടങ്ങായിരിക്കും. മനസ്സിലായോ? 1-ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 1:√3:2 ആയിരിക്കും അതിന്റെ റേഷ്യോ. ഇത്തരം ട്രയാംഗിൾ മതി. വലിപ്പം മാറുന്നതിനനുസരിച്ച് ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 യൂണിറ്റ് ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 ആയി മാറിയാൽ 10 ടൈംസ് ആയാൽ √3-യെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഷോർട്ടസ്റ്റ് സൈഡിന്റെ √3 ടൈംസ് ആയിരിക്കും, അതായത് ഷോർട്ടസ്റ്റ് ടൈമിന്റെ 2 ടൈംസ്, അതായത് ഇവിടെ 20 ആയിരിക്കും. രണ്ട് കൺസെപ്റ്റും അതിന്റെ എക്സാമ്പിൾസും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ കോണളവുകൾ അല്ലാത്ത മറ്റു തരം റൈറ്റ് ട്രയാംഗിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോയും നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യുന്നത്, വർക്ക്ഷീറ്റുകളായി ചെയ്യുന്നത്. വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് ജോയിൻ ചെയ്യേണ്ട വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും അത് ഷെയർ ചെയ്യണം കേട്ടോ. മാത്സിന് വിഷമമുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ വർക്ക്ഷീറ്റുകൾ വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, ഇന്ന് MCQ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം, ക്വസ്റ്റ്യൻ വായിക്കാൻ, ഇത്തരം ക്വസ്റ്റ്യൻസ് വായിക്കാൻ കുറെ സമയം വേണ്ടിവരും എന്നതാണ് അല്ലേ. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പീഡായി ചെയ്യാൻ സാധിക്കും കേട്ടോ. നോക്കൂ, കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എഴുതിയിട്ടില്ല. ആ കാര്യം ഞാനൊന്ന് ഇവിടെ പറയാം. നമുക്ക് ഒരു ആംഗിൾ ഉണ്ട്, 45 ഡിഗ്രി ഒരു ആംഗിൾ അല്ലേ. ആ എല്ലാതും 45 ഡിഗ്രി ആംഗിൾ തന്നെയാണ്. ആ 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന 2 സൈഡുകൾ ഉണ്ടല്ലോ. ആ സൈഡിൽ ഒരു പോയിന്റ് Pയിൽ നിന്ന് അതിന്റെ മറ്റേ സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് A യൂണിറ്റ്, ആ
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. എല്ലാത്തിലും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ യൂണിറ്റ് ആണ്. കൂടാതെ ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്ന്, അതിന്റെ ശീർഷത്തിൽ നിന്ന് ഇതിന്റെ ഈ ലംബം അങ്ങ് മുട്ടുന്ന ഈ പോയിന്റില്ലേ എൻ, അതുവരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ON എന്ന ആ ഡിസ്റ്റൻസ് ബി യൂണിറ്റും ആണ് എല്ലാ ചിത്രങ്ങളിലും. കൂടാതെ വെർട്ടെക്സിൽ നിന്ന് പോയിന്റ് പി വരെയുള്ള ഈ ഡിസ്റ്റൻസ് സി എന്നും എടുത്താൽ, ഇനി ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് ട്രൂ, ഏതെല്ലാമാണ് ഫോൾസ് എന്ന് കണ്ടെത്തലാണ് പ്രശ്നം. മനസ്സിലായല്ലോ? അതായത് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ 4 സ്റ്റേറ്റ്മെന്റ് ട്രൂ ഏതാണ്, ഫോൾസ് ഏതാണ്, ഇത് കണ്ടെത്തണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആംഗിൾ 90, പെർപെൻഡിക്കുലർ മീൻസ് 90 ആണ് എല്ലാവരും, അല്ലെ? എല്ലാവരും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എയും ഇത് ബിയും ആണെങ്കിൽ ഇത് സിയും. ക്ലിയർ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കറക്റ്റ് എന്നുള്ളതാണ്. ഇവിടെ A = B എന്നുള്ളതാണ്, A = B എന്നുള്ളതാണ്. എല്ലാവരും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും വെർട്ടെക്സ് എന്നുള്ള അകലവും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 45, 90. 45 90 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും 45 ആയിരിക്കുമെന്നും നമ്മൾ എന്ത് കൺസെപ്റ്റ് ആണ് പഠിച്ചത്? 45, 90 ആണെങ്കിൽ അതിന്റെ റേഷ്യോ 1:1:√2 എന്നാണ്. ശരിയല്ലേ? അതിന്റെ 45 ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ റേഷ്യോ 1:1:√2 ആണ്. അതായത് അതിന്റെ അർത്ഥം 45 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അടുത്ത ആംഗിൾ 45 ഓപ്പോസിറ്റും 1 തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അതായത് A = B. അത് കറക്റ്റ് ആണ് എന്ന് നിങ്ങൾ മാർജിനിൽ ചെറിയൊരു ടിക്കറ്റ് വെക്കുക. അടുത്തത് A, B are 1/2 പാർട്ട് ഓഫ് C എന്നാണ്. C എത്രയായിരിക്കും മക്കളെ? 45, 90 ആണെങ്കിൽ C എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ സൈഡിന്റെ നീളം എത്രയാണോ അതിന്റെ √2 ടൈംസ് ആയിരിക്കും, അല്ലേ? അതായത് 90 ഓപ്പോസിറ്റ് √2 ടൈംസ് ആയിരിക്കും. C ആണല്ലോ വലുത്, അല്ലേ? 90 ഓപ്പോസിറ്റ് ആണ് വലിയ വശം. തീർച്ചയായിട്ടും എയും ബിയും പാർട്ടുകളായിരിക്കും, അല്ലേ? വലിയ വശം മടങ്ങുകളാകുമ്പോൾ ചെറിയ വശങ്ങൾ ഈ വലിയ വശത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് വരിക. ക്ലിയർ? അപ്പൊ എത്ര ഭാഗമായിരിക്കും? എയും ബിയും എത്ര ഭാഗമായിരിക്കും? 1/2 ആണോ എന്നാണ് ചോദ്യം. 1/2 എന്നാണ് അവർ തന്നിരിക്കുന്നത്. 1/2 ആണോ? 1/√2 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 1/√2 ആണ്. വലിയ വശത്തിന്റെ 1/√2 ഭാഗമാണ് 45-നെതിരെയുള്ള വശം. അതാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് തമ്മിലുള്ള ഈ സൈഡുകളുടെ നീളങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അങ്ങനെയാണ്. ചെറിയ വശങ്ങളുടെ √2 മടങ്ങാണ് വലിയ വശമെങ്കിൽ വലിയ വശത്തിന്റെ 1/√2 ഭാഗമായിരിക്കും. √2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. വലിയ വശത്ത് നിന്ന് ചെറിയ വശത്തിലേക്ക് എത്താൻ √2 കൊണ്ട് ഹരിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? അതായത് √2 കൊണ്ട് ഹരിച്ചാൽ 1/√2 ആണ്. ക്ലിയർ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് 1/2 അല്ല 1/√2 ആണ്. ഇത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് A and B are 1/√2 പാർട്ട് ഓഫ് C. അത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? 1/√2 ആണ് വേണ്ടത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി whatever be the length C and B are equal. സിയുടെ നീളം എത്രയായാലും ഇവിടെ കുറച്ചാണ് സിയുടെ നീളം, ഇവിടെ കൂടി പോവുകയാണ്, അല്ലേ? ട്രയാങ്കിൾ വലുതാവും തോറും കൂടി പോവുകയാണ്. അപ്പൊ സി എന്നുള്ള നീളം എത്രയായാലും എന്താണ്? എയും ബിയും ഈക്വൽ ആയിരിക്കും എന്നാണ്. എയും ബിയും ഈ സൈഡിന്റെ നീളവും ഈ സൈഡിന്റെ നീളവും എല്ലാത്തിലും ഈക്വൽ ആയിരിക്കും, അല്ലേ? തുല്യമായിരിക്കില്ലേ? എയും ബിയും തുല്യമായിരിക്കും. അത് കറക്റ്റ് ആണ്. ആൻഡ് സി ഈസ് √2 ടൈംസ് ഓഫ് കെ ആൻഡ് ബി. √2 മടങ്ങായിരിക്കും. സി എന്ന് പറയുന്നത് ഇവിടെയുള്ളതിന്റെ √2 മടങ്ങായിരിക്കും. അതും കറക്റ്റ് ആണല്ലോ. അപ്പൊ അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓൾ ആർ ഫോൾസ്, എല്ലാം തെറ്റാണ്. അപ്പൊ ഇതല്ല. ഇനി ഓൾ ആർ ട്രൂ എക്സെപ്റ്റ് 2. ഓൾ ആർ ട്രൂ, എല്ലാം ശരിയാണ് എക്സെപ്റ്റ് 2. 2 ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. ശരിയല്ലേ? അപ്പൊ ഇത് ശരിയാണ്. ഈ ഒരു ഓപ്ഷൻ കൃത്യമാണ്. നെക്സ്റ്റ് 4 is true, നാലാമത്തെ ശരിയാണ് എന്നതാണ്. അതും ശരിയാണ്. ഇനി അടുത്തതോ 3 and 4 have same meaning and are true.
പറയുന്നത് സെയിം മീനിങ് ആണ്. അത് ശരിയല്ലേ? സിയുടെ 1/√2 പാർട്ട് എന്ന് പറയുന്നതും എ ബിയുടെ √2 ടൈംസ് എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ്, ഒരേ അർത്ഥമാണ്. ക്ലിയർ? ഇതും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ബി സി ഡി ആർ കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ബി സി ഡി ആർ കറക്റ്റ്. ക്ലിയർ? നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഇതിൽ ഒരു ആൻസർ ആണ് വേണ്ടു എന്ന് തെറ്റിദ്ധരിക്കല്ലേ. നമുക്ക് ഇതിൽ ശരിയെന്ന് തോന്നുന്നത് മുഴുവൻ നമ്മൾ എഴുതണം. ബി സി ഡി ആർ കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. ഏതെല്ലാമാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്നാണ്. അപ്പോൾ ഇതിൽ ബി സി ഡി ആർ കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫിഗർ the vertical heights h1, h2, h3, h4 etc. are in an arithmetic sequence എന്നുള്ളതാണ്. h1, h2, h3, h4 എന്നിങ്ങനെ അതൊക്കെ സമാന്തര ശ്രേണിയിലാണ്. ഈ നീളങ്ങളൊക്കെ സമാന്തര ശ്രേണിയിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് OA1, O മുതൽ വെർട്ടെക്സ് ശീർഷം മുതൽ A1 വരെയുള്ള ഈ പോയിന്റ് വരെയുള്ള ദൂരം OA1, OA2, OA3 etc. സമാന്തര ശ്രേണിയിലാണോ അരിത്മെറ്റിക് സീക്വൻസിലാണോ എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് h1, h2, h3, h4 എന്നതൊക്കെ സമാന്തര ശ്രേണിയിലാണ്. നമുക്ക് ഈ h1 എന്നത് അകലം x ആയിട്ട് എടുത്താൽ h2 എന്നുള്ളത് 2x ആയിട്ടും നമ്മൾ എടുക്കുക എന്ന് വിചാരിക്കുക. സമാന്തര ശ്രേണിയിലാണല്ലോ, അതുകൊണ്ട് അടുത്തത് 3x ആയിരിക്കും, അടുത്തത് 4x ആയിരിക്കും, ഇങ്ങനെ പോകും അല്ലേ. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ലെറ്റ് h1 ഈക്വൽ ടു x, h2 ഈക്വൽ ടു 2x അങ്ങനെ. അതായത് നമ്മൾ എടുക്കുന്നത് h1 ഈക്വൽ ടു x, h2 ഈക്വൽ ടു 2x, h3 ഈക്വൽ ടു 3x എക്സെട്ര. ലെറ്റ് നമ്മൾ എടുക്കുന്ന ഒരു അളവാണത് കേട്ടോ. സമാന്തര ശ്രേണിയിലാണ് എന്നുള്ളത് കൊണ്ട് ഓക്കെ, ഒരു x വീതം കൂടി കൂടി പോകുന്ന സമാന്തര ശ്രേണിയാണിത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ OA1 എന്നുള്ള അകലം എന്തായിരിക്കും? ഈ 45-നെതിരെ x ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? നമ്മുടെ റേഷ്യോ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 45, 45, 90, 1:1:√2. ക്ലിയർ? ഇത് എപ്പോഴും മനസ്സിലുണ്ടാകും. അങ്ങനെ ആണെങ്കിൽ 45-ന് ഓപ്പോസിറ്റ് x ആണെങ്കിൽ അടുത്ത ഈ OB1 എന്നുള്ള ഡിസ്റ്റൻസും x തന്നെയായിരിക്കും അല്ലേ. 90ക്ക് ഓപ്പോസിറ്റോ ഇവിടെയുള്ള സൈഡിന്റെ ഈ നീളത്തിന്റെ √2 ടൈംസ്, അതായത് x × √2. ക്ലിയർ? അപ്പൊ ഇവിടെ 2x ആകുമ്പോഴോ ഇവിടെ 2x എന്നുള്ളതാണ്. ഇവിടെ 45-നെതിരെയെങ്കിൽ അടുത്തതും 2x ആയിരിക്കും. ഇവിടെ 2x × √2 എന്നായിരിക്കും. മനസ്സിലായില്ലേ ഈ പോയിന്റ്? അതായത് 45-നെതിരെ 2x ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് 2x × √2. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് OA1, OA2, OA3 എക്സെട്ര ഈ സീക്വൻസ് ഒന്ന് എഴുതി നോക്കുകയാണ് നമ്മൾ. OA1 എന്ന് പറയുന്നത് x √2 ആണ് അല്ലേ. ഇതിനെതിരെ x ആണെങ്കിൽ OA1 x √2. ക്ലിയർ അല്ലേ? അതായത് x √2. അടുത്തത് OA2 എന്ന് പറയുന്നത് O മുതൽ A2 വരെയുള്ള അതാ ഈ റൈറ്റ് ട്രയാങ്കിൾ ആണ്, കണ്ടല്ലോ. അപ്പൊ ഈ ദൂരം 2x ആണെങ്കിൽ അതുവരെയുള്ള O മുതൽ A2 വരെയുള്ള ഡിസ്റ്റൻസ് 2x × √2. 2x × √2. അടുത്ത് 3x × √2 അങ്ങനെ പോകും. ശരിയല്ലേ? ഇത് സമാന്തര ശ്രേണിയിലാണോ എന്നാണ് ചോദ്യം. ഇതിന് പൊതുവ്യത്യാസമുണ്ടോ? ഇതെങ്ങനെ നമുക്ക് ആലോചിക്കാം? 1x √2, 2x √2, 3x √2 എക്സെട്ര. എത്രയാണ് ഇത് കൂടി കൂടി പോകുന്നത് നോക്കൂ. 1x √2 2x √2ലേക്ക് എത്താൻ 1x √2 കൂടി കൂട്ടണം. ശരിയല്ലേ? x √2 x √2 കൂട്ടുമ്പോഴാണ് 2x √2 കിട്ടുന്നത്. പിന്നെ 1x √2 കൂടി കൂട്ടുമ്പോഴാണ് 3x √2. ഒരു x അല്ല കൂട്ടുന്നത് കേട്ടോ. ഒരു x നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ, 2x മാറി 3x ആയി. അതുകൊണ്ട് ഒരു x ആണ് കൂടി കൂടി പോകുന്നത് എന്ന് വിചാരിക്കല്ലേ. 2x √2-ൽ നിന്ന് 3x √2 എത്താൻ 3x √2-ൽ നിന്ന് നമ്മൾ 2x √2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1x √2 ആണ്. ക്ലിയർ? അതായത് ഇതിനൊരു പൊതുവ്യത്യാസമുണ്ട്. ആ പൊതുവ്യത്യാസം എത്രയാണ്? x √2 ആണ്. ക്ലിയർ? അപ്പൊ ഇതിനെ കോമൺ
കോമൺ ഡിഫറൻസ് ഡി x√2. അതുകൊണ്ട് പൊതുവ്യത്യാസമുള്ള ഒരു ശ്രേണിയാണ് ഇത്. അതുകൊണ്ട് എന്താണ്, ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് തന്നെ നമ്മൾ ആൻസർ ചെയ്താൽ മനസ്സിലായില്ലേ? അതായത് ഹൈറ്റുകൾ സമാന്തര ശ്രേണിയിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഡിസ്റ്റൻസും OA1, OA2, OA3 അങ്ങനെ പോകുന്ന ആ ഡിസ്റ്റൻസും സമാന്തര ശ്രേണിയിലായിരിക്കും. സിമ്പിൾ ആണ് കേട്ടോ. ഇതിന് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പണ്ടുള്ളവര് റൂഫൊക്കെ പണിയുമ്പോൾ ഈ ഒരു ആശയത്തെ വളരെ നന്നായിട്ട് ഉപയോഗിക്കണ കാണാം അല്ലേ? ഓടുമേഞ്ഞ വീടുകളിലൊക്കെ റൂഫ് ഉണ്ടാക്കുന്നതിന് ഈ ഒരു ഐഡിയ നന്നായി പ്രയോഗിക്കാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പട്ടിക കഷ്ണങ്ങൾ, ഈ കഷ്ണങ്ങളൊക്കെ എത്ര മുറിക്കണം, എത്ര നീളത്തിൽ മുറിക്കണം, ഈ നീളം എത്രയാവണം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിന് ഇപ്പോഴും ഊടിട്ട വീടുകൾ അങ്ങനെ കാണുന്നില്ല അല്ലേ? ഊടിട്ട വീടുകളിലുള്ള കുട്ടികൾ അവരുടെ വീടുകളിലെ മുകളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആശയത്തെ നന്നായി അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം കേട്ടോ. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ തന്നിരിക്കുന്നത് OA3 എന്ന നീളം 30 സെന്റിമീറ്റർ ആണ് എങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലംബങ്ങളുടെ 5 ലംബങ്ങളുടെ തുക എത്ര എന്നാണ്. H1 + H2 + H3 + H4 + H5. OA3 എന്ന് പറയുന്ന സൈഡ് കർണമായിട്ട് വരുന്ന, ഹൈപ്പോട്യൂസ് ആയിട്ട് വരുന്ന റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ കണ്ടില്ലേ? അതിലൊരു ആംഗിൾ 45 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് 45, 45, 90 ആയിരിക്കും. അതിന്റെ റേഷ്യോ നമുക്കറിയാം. 45-നെതിരെ 1 ആണെങ്കിൽ അടുത്ത 45-നെതിരെയും 1 ആയിരിക്കുമെന്നും അതിന്റെ √2 ടൈംസ് ആയിരിക്കും, √2 മടങ്ങായിരിക്കും 90-നെതിരെ. 1:1:√2. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ചോദ്യം 90-നെ ഇതിൽ 90-നെതിരെ 30 ആണെങ്കിൽ, 90-നെതിരെ 30 ആണെങ്കിൽ ഈ 45-നെതിരെയുള്ള H3 എത്രയായിരിക്കും? 45-നെതിരെയുള്ള H3 എത്രയായിരിക്കും? നോക്കൂ, ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ O3, ഇത് H3 ആണ്. ക്ലിയർ? ഇത് B3. ഇവിടെ 45 ഡിഗ്രി, ഇത് 30 ആണെങ്കിൽ ഈ വശം H3 കണ്ടുപിടിച്ചുകൂടി നമുക്ക്. എത്രയാണ് മക്കളെ? H3 എന്ന് പറയുന്നത് 30/√2. വലിയ വശത്തിൽ നിന്ന് ചെറിയ വശത്തിലേക്ക് എത്താൻ √2 കൊണ്ട് ഹരിക്കണം. അതായത് H3 കിട്ടും നമുക്ക് 30/√2. 30/√2 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? അതിനെ രണ്ട് ഭാഗത്തും അംശത്തെയും ഛേദത്തെയും √2 കൊണ്ട് ഗുണിക്കണം. നമുക്ക് കിട്ടുന്നത് ഇത് 2 ആണ്, 15√2 എന്ന് കിട്ടും. ക്ലിയർ? H3 15√2 ആണ്. നമുക്ക് H1, H2, H3, H4, H5 ഇത് സമാന്തര ശ്രേണിയിലാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? മുമ്പ് പ്രൂവ് ചെയ്തതാണ്. അരിത്തമെറ്റിക് സീക്വൻസിലാണ്. H3യുടെ വില അറിയാമെങ്കിൽ ഇത് 15√2 ആയാൽ ഇതിന്റെ സമ്മ എന്തായിരിക്കും? അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലാണ് അല്ലേ? 5 പദങ്ങളുടെ തുക കാണാൻ മധ്യപദമാണ് H3. മധ്യത്തിലാണ് കണ്ടോ, 1, 2, മൂന്നാമത്തെ. ഇവിടെയും 2 ഉണ്ട്, മുന്നിലും 2 ഉണ്ട്, പിന്നിലും 2 ഉണ്ട്. അതായത് മധ്യത്തിലാണ് അല്ലേ? നമുക്ക് സം എന്ന് പറയുന്നത് H1 + H2 + H3 + H4 + H5. ഈ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? H3യുടെ അതായത് മധ്യപദത്തെ എണ്ണം കൊണ്ട് ഹരിക്കണം. എണ്ണം 5 ആണ്. H3 × 5 അതായത് 15√2 × 5 75√2 എന്ന് വരും സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. നമുക്ക് H3 എന്ന് പറയുന്നത് 5, H1, H2, H3, H4, H5 സമാന്തര ശ്രേണിയിലായതുകൊണ്ട് ഇത് മധ്യത്തിലായിരിക്കും. ക്ലിയർ? നമുക്ക് മധ്യപദവും എണ്ണവും കിട്ടിക്കഴിഞ്ഞാൽ തുക കാണാൻ സാധിക്കും. H3 × 5 എണ്ണമാണ്. 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് H1 + H2 + H3 + H4 + H5 കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ഉപയോഗിച്ചത് കേട്ടോ. നമുക്ക് സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററും ട്രിഗണോമെട്രിയും ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക, ഏരിയ കാണുക എന്നുള്ളതാണ്. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രം എന്താണ്? ത്രികോണത്തിന്റെ പരപ്പളവ് √BH അല്ലേ? അതായത് ഒരു സൈഡും ആ സൈഡിലേക്കുള്ള ഉയരവും അറിയാമെങ്കിൽ, ലംബ ദൂരവും അറിയാമെങ്കിൽ നമുക്ക് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാം.
പക്ഷേ നമുക്ക് ഒരു സൈഡ് 18 അറിയാം, രണ്ട് സൈഡ് അറിയാം. നമ്മൾ 18 സെന്റിമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സൈഡിലേക്ക് നമുക്ക് എന്തറിയണം? എതിർ ശീർഷത്തിൽ നിന്നുള്ള അകലം അറിയണം. ഈ അകലത്തെ എച്ച് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത് ബിയുമായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ പരപ്പളവ് കാണാനായിട്ട് സാധിക്കും. ഈ ഐഡിയയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് പരപ്പളവ് സമം അര ബി എച്ച്, ഹാഫ് ബി എച്ച് ആണ്. ഇവിടെ ബി 18 ആണ് എന്നറിയാം. ക്ലിയർ? എച്ച് എത്ര എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിക്കുന്നതിന് ഇവിടെ ഉപയോഗിക്കുന്ന സൂത്രം ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു മട്ടത്രികോണം, നമ്മുടെ കളിക്കളമുണ്ട്. കരുക്കളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കരുക്കളായിട്ട് ഞാൻ പറഞ്ഞത് 45 ഡിഗ്രി. ഈ മട്ടത്രികോണത്തിന്റെ ഒരു കോണളവും ഒരു വശവും ഉണ്ടോ എന്നറിയണം. 45 ഡിഗ്രി എന്ന കോണളവ് തന്നിട്ട് ഒരു ന്യൂനകോൺ അളവ് അറിയണം. അതുപോലെ ഈ ത്രികോണത്തിന്റെ ഒരു വശവും നമുക്കറിയാം, അല്ലെ? 12 എന്ന വശവും അറിയാം. 90-നെതിരെ 12 ആണെങ്കിൽ 45-നെതിരെ എത്ര എന്നല്ലേ ചോദ്യം. അതുകൊണ്ട് നമുക്ക് ഉടനെ നമുക്കറിയാം എന്താണ് 45 90 ആണെങ്കിൽ അംശബന്ധം 1:1:√2 ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ 90-നെതിരെ 12 ആണെങ്കിൽ 90-നെതിരെ 12 സെന്റിമീറ്റർ ആണ് മക്കളെ. നോക്കൂ, അല്ലേ? നമുക്ക് 45-നെതിരെ എച്ച് ആണ്. ആ എച്ച് എത്ര? 90 വലിയ വശം തന്ന് ചെറിയ വശത്തിലേക്ക് കിട്ടാൻ √2 കൊണ്ട് ഹരിക്കണം. അതായത് 12/√2 എന്ന് കിട്ടും. ക്ലിയർ? അതായത് നമുക്കറിയുന്നത് ഏത് റൈറ്റ് ട്രയാങ്കിൾ എ ബി, ഇവിടെ ഞാൻ ഡി കൊടുത്താൽ ADB in right triangle ADB, മട്ടത്രികോണം ADBയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 12/√2 എന്നാണ്. ഈ പോയിന്റ് എഴുതണം കേട്ടോ. 12/√2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6√2 ആണ് എന്ന് മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 12/√2 അംശത്തെയും ഛേദത്തെയും √2 ഛേദത്തിൽ നിന്ന് ഒഴിവാക്കാൻ √2 കൊണ്ട് അംശവും ഛേദവും ഗുണിക്കണം. 12√2/2, √2 × √2 √4, 2 × 2 4, √4 എന്ന് പറഞ്ഞാൽ 2 തന്നെ. മനസ്സിലായോ? അതായത് 12√2/2 അതാണ് 6√2 എന്ന് വരിക. ക്ലിയർ? ഇനി ഏരിയ കണ്ടുപിടിച്ചോളൂ. പരപ്പളവ് ഹാഫ് ബി എച്ച്. എല്ലാവരും കണ്ടു നോക്കൂ. എല്ലാവരും കാണൂ. ഹാഫ് ഇൻറ്റു അര ഇൻറ്റു 18 ഇൻറ്റു എച്ച് 6√2 കണ്ടോ? അതായത് 9×6 = 54√2 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആൻസർ ചെക്ക് ചെയ്യൂ കേട്ടോ. 54√2 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ന്യൂന ത്രികോണമാണ് തന്നിരുന്നത്. നമുക്ക് ഇങ്ങനെയാണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 18ഉം 12ഉം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 18, ഇവിടെ 12, ഇവിടെ തന്നിരിക്കുന്നത് 135. ഇങ്ങനെയാണ് തന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏരിയ കാണുക? അതും കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ന്യൂന ത്രികോണമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ഒരു ബൃഹത് ത്രികോണം ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ആണ് തന്നതെങ്കിൽ ഹാഫ് ബി എച്ച് തന്നെ B18 എടുത്തു കഴിഞ്ഞാൽ, B18 ആയാൽ ഈ 18 എന്ന വശത്തിലേക്കുള്ള ഹൈറ്റ് വരയ്ക്കേണ്ടത് ഇവിടെ ഇങ്ങനെ കുത്തനെ കണ്ടോ? ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് നീട്ടിയെടുക്കുക. ഇവിടെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ ഉണ്ടാകും. 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ 135 ആയതുകൊണ്ട് 180ൽ ബാക്കിയുള്ള 45 ഡിഗ്രി കണ്ടോ? അപ്പോഴാണ് ഇവിടെ 45 ഡിഗ്രിക്ക് എതിരെയാണ് എച്ച് എന്ന് പറയുന്നത്. 90-നെതിരെ 12 ആണെങ്കിൽ 45-നെതിരെ എത്ര എന്നായി മാറി? 90-നെതിരെ 12 ആണ് ഇവിടെ. ക്ലിയർ? ആ 12 ആണെങ്കിൽ 45-നെതിരെ എച്ച് 12/√2. ക്ലിയർ? ചിത്രം മാറും. ഇവിടെ 45 തന്നെയാണ് കിട്ടുക. ചോദ്യത്തിൽ 135 ഡിഗ്രി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഈ 45-ന്റെ റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 135 തന്നിട്ടുണ്ടാവും. ക്ലിയർ? 30, 60, 90 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ആംഗിൾ ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത് തന്നെയാണ്
ആൻസർ ഇത് തന്നെയാണ് വരിക, പക്ഷേ ചിത്രം മാറിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ അക്യൂട്ട് ട്രയാങ്കിളിൻ്റെയും അതായത് ന്യൂന ത്രികോണത്തിൻ്റെയും ബൃഹത്ത് ത്രികോണത്തിൻ്റെയും കോൺ 90-ൽ കൂടുതൽ വന്നാലും നമ്മൾ പരപ്പളവ് കാണാനുള്ള ഐഡിയ മനസ്സിലാക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഏണി ലാഡർ നമ്മൾ ചുമരുമ്മേൽ ചാരി വെച്ചിരിക്കുകയാണ്. രണ്ട് തരത്തിൽ ചോദിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലാഡർ ചുമരുമ്മേൽ, ഒരു ഏണി ചുമരിൽ ചാരി വെച്ചിരിക്കുന്നതാണ്. അത് ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന ഈ ഏണിയുടെ നീളം 6 മീറ്ററാണ്. ചോദ്യം, ഈ ചുമരിൽ നിന്ന് ലാഡറിന്റെ ഏണിയുടെ അടിഭാഗത്തേക്കുള്ള ദൂരം എത്ര എന്നാണ്. ചുമരിൽ നിന്ന് ലാഡറിന്റെ അടിഭാഗത്തേക്കുള്ള ദൂരം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്നത് 90-നെതിരെ 6 മീറ്റർ എന്നാണ്. 45-നെതിരെ ഇത് 45 ആണെങ്കിൽ ഇതും 45 ആയിരിക്കുമെന്നും 90-നെതിരെ 6 ആണെങ്കിൽ 45-നെതിരെ എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ, സിമ്പിളാണ്. നമുക്കറിയാം 6/√2 ആയിരിക്കും ആൻസർ. അതായത് 3√2 ആയിരിക്കും. 3√2 മീറ്റർ ആയിരിക്കും ഈ അകലം. അതേപോലെ ഈ അകലമാണ് ചോദിച്ചതെങ്കിൽ 3√2 തന്നെ ആയിരിക്കും. ക്ലിയർ. ഇത്തരം ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായി ചെയ്യാൻ സാധിക്കും കേട്ടോ. വളരെ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് നാം ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ സൈനും കോസും ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നാം ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.